ഹല്ലേലൂയ. ശലോം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം വലിയ അത്ഭുതങ്ങളും വലിയ സൗഖ്യവും വലിയ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദി പറയാം, സ്തുതിക്കാം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഞാൻ ദൈവനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. ആ, ആദ്യം തന്നെ നമ്മളുടെ ഈ സെഷൻ, ഈ ഒരു കോൺവക്കേഷൻ സെഷൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജോൺ പാസ്റ്ററിനെ ക്ഷണിക്കുന്നു. ജോൺ പാസ്റ്റർ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര ആ ദേശത്ത്, അല്ലല്ല സോറി, ട്രിവാൻഡ്രം ജില്ലയിലാണ്. ഞാൻ പ്രോപ്പറായിട്ട് ഓർക്കുന്നില്ല. ജീവസിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്, പാസ്റ്ററാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. നമ്മുടെ സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പാസ്റ്ററിനെ പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം പാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പ്രാരംഭ പ്രാർത്ഥന, മറ്റ് പ്രാർത്ഥിക്കേണ്ട സമയത്തെല്ലാം പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഈ സെഷൻസ് മൊത്തവും ഒരു അനുഗ്രഹമാക്കണമെന്ന് ഞാൻ പാസ്റ്ററിനോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് പാസ്റ്ററിന്റെ ഊഴമാണ്. പാസ്റ്ററിന് 2 വാക്ക് സംസാരിച്ച് പ്രാർത്ഥിക്കാം. കേൾക്കാം. ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോര മിനിസ്ട്രിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ഹീബ്രു അധ്യാപകൻ അദ്ദേഹത്തിന്റെ അലോഷ്യസ് സാറ്, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ, പ്രിയ പിതാവ്, മാതാവ്, അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല എങ്കിലും ക്ലാസ്സുകളൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഇത്രയും വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് എല്ലാവർക്കും എല്ലാ നിലയിലെ ജീവിതത്തിന്റെ എല്ലാ വോക്സിലുമുള്ള ആൾക്കാരുമായി ക്രോഡീകരിച്ച് അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രിയ സാറ് പഠിപ്പിച്ചു. അതിന്റെ കോൺവക്കേഷൻ ഡേ ആണ്, അതിന്റെ സർട്ടിഫിക്കേഷന്റെ ദിവസമാണ്. അത് പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ ഇടയായി എനിക്കും കർത്താവ് കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് ഉണക്കി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ കർത്താവാം ദൈവമേ, മനോഹരമായ ഈ സന്ധ്യായാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ കർത്താവെ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ ദൈവവചനം പഠിച്ച് പ്രത്യേകാൽ പഴയ നിയമം എഴുതിയ ഹീബ്രു ഭാഷ പഠിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഒരുക്കി ഈ പ്ലാറ്റ്ഫോമിലൂടെ വളരെ വിദൂരതയിൽ ഇരുന്നു കൊണ്ട് വളരെ വ്യക്തമായി പഠിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ പഠിപ്പിക്കുവാൻ പ്രിയ അലോഷ്യസ് സാറിനെ കർത്താവ് ശക്തമായി എടുത്തുപയോഗിച്ചല്ലോ. അവിടുത്തെ അഭിഷിക്തനെ കർത്താവ് വളരെ ലളിതമായ നിലയിൽ പഠിപ്പിക്കുവാൻ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുവാൻ, അത് പരീക്ഷ എഴുതുവാൻ, പാസ്സാകുവാൻ, ഇന്ന് ഈ സന്ധ്യായാമത്തിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ ചെയ്യുവാൻ, കോൺവൊക്കേഷൻ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇത് അനേകർക്ക് ഒരു പ്രയോജനമായി തീരട്ടെ. കർത്താവേ, ഞങ്ങളുടെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഇനിയും അനേക ആയിരങ്ങൾക്ക് പ്രയോജനമുള്ളവനാക്കി സ്വർഗം തീർത്താട്ടെ. നാഥ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. സ്വർഗം സന്തോഷിക്കുന്ന അവയെ നിമിഷങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കണം. നല്ല പിതാവാം ദൈവമേ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ മനോര മിനിസ്ട്രീസ് കേരളയുടെ ഒരു ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചത്. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ആലോചന ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഹീബ്രു പഠിപ്പിക്കാൻ പറ്റുമോ, ഞങ്ങൾ ഹീബ്രു പഠിപ്പിക്കുമോ, ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ചിന്തിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ദൈവസന്നിധി ഇരുന്നപ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ടാണെന്നൊക്കെ ചിന്തിച്ചപ്പോൾ വന്ന ഒരു പ്രാർത്ഥനയിൽ ഒരു ആവശ്യമായിരുന്നു, നമുക്ക് ഹീബ്രു പഠിപ്പിക്കാം, സൗജന്യമായിട്ട് പഠിപ്പിക്കാം. നമുക്ക് ഒരു വിദ്യാർത്ഥി മതി. ആദ്യം നമ്മളിങ്ങനെ ചിന്തിച്ചു, ആര് പഠിക്കും, എങ്ങനെ പഠിക്കും, ആര് വരും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ആദ്യത്തെ ആഡ് ഇട്ടു. എന്നിട്ട് ഞാൻ ജീവ സിസ്റ്ററിന് ഒരു ആഡ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ജീവ സിസ്റ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പറഞ്ഞു, ഇല്ല, ഇവിടെ എനിക്ക് ഒട്ടും തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കൂ, ജീവ സിസ്റ്ററിന് ടൈം ഉള്ള രീതിയിൽ ജീവ സിസ്റ്ററും കയറാൻ നോക്കൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ജീവ സിസ്റ്റർ മൂന്ന് പേരുടെ പേര് എനിക്ക് തന്നു. പക്ഷേ മഞ്ജു സിസ്റ്റർ വന്നു. മഞ്ജു സിസ്റ്ററിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ മഞ്ജു സിസ്റ്റർ പോയി. ഇപ്പൊ സെക്കൻഡ് ബാച്ചിൽ മഞ്ജു സിസ്റ്റർ മകനും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ജീവ സിസ്റ്റർ പറഞ്ഞത്, ഇല്ല ഞാനും ഈ കോഴ്സിന് ചേരുന്നു. എനിക്ക് ഭയങ്കര സമാധാനമായി. അപ്പൊ ഒരാളെ കിട്ടി. അതിനുശേഷം നമ്മള് വേറെ 2-3 സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അവിടുന്ന് നമുക്ക് സാൻഡി ബ്രദർ വന്നു. സാൻഡി ബ്രദറും ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ചെയ്തില്ല, സെക്കൻഡ് ബാച്ചിലുണ്ട്. അത് കഴിഞ്ഞ് കുറെ പേര് അവിടുന്ന് ഇവിടുന്ന് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും നമുക്ക് കോളുകൾ വന്നു. ഏകദേശം 35ഓളം പേരാണ് നമുക്ക് രജിസ്റ്റർ ചെയ്തത്. 30 പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആ 30ാമത്തെ ആള് പറ്റത്തില്ല, തിരക്കാണെന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് 29 പേരായിരുന്നു നമ്മളുടെ ഒരു യാത്രയിൽ തുടങ്ങിയത്. അതിൽ പകുതിയോളം പേര് പകുതിയായപ്പോൾ പല പ്രശ്നങ്ങളും പറഞ്ഞ് കൊഴിഞ്ഞുപോയി. അവസാനം ഉണ്ടായിരുന്ന 7 പേരാണ്. എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് നമുക്കിങ്ങനെ പറയാം, കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നും ഞങ്ങൾക്ക് ട്രിവാൻഡ്രം വരെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം നമ്മുടെ സിജോ പാസ്റ്ററും സിനി പാസ്റ്ററും ആയിരുന്നു. അവർ രണ്ടുപേരും കുടുംബത്തോടുകൂടി ഭാര്യ ഭർത്താവും പഠിക്കാനായിട്ട് വന്നു. വളരെ സന്തോഷം, വളരെ സപ്പോർട്ട്. എല്ലാ ക്ലാസ് കഴിയുമ്പോഴും സിജോ പാസ്റ്റർ വിളിക്കും. അരമണിക്കൂർ 1 മണിക്കൂർ ഞങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വന്ന 2 പേരാണ് വീണ്ടും ബിനി സിസ്റ്ററും ലിജി സിസ്റ്ററും. അവർ രണ്ടുപേരും ഇസ്രായേൽ ദേശത്താണ്. അവിടുത്തെ അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ അവർ അവിടെ നിന്നിട്ട് അവര് നമ്മുടെ ബൈബിൾ സ്കൂളിൽ, ഹീബ്രു ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്നു. രണ്ടുപേരും വളരെ മെച്ചമായ നിലയിൽ അവർ ഒരു ദിവസം മാത്രം അവർ യെരുശലേമിലേക്കും ബത്ലഹേമിലേക്കും പോകുന്ന ആ ഒരു ദിവസം ഒഴിച്ചു നിർത്തിയാൽ, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ ദിവസവും അവര് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും പഠിക്കുകയും വിമർശന ബുദ്ധിയോടുകൂടി തന്നെ ചില കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള പേര് ഡോക്ടർ ജിസ് ആണ്. ഡോക്ടർ ജിസ് ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ ഡോക്ടർ ജിസിനെ ഞാൻ നോക്കട്ടെ. ഡോക്ടർ ജിസ് വന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. ജിസ് പോൾ ഉണ്ട്. ഓക്കെ, ഡോക്ടർ ജിസ് വന്നിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. ഡോക്ടറിന് എനിക്ക് തോന്നുന്നു വീഡിയോ ഓൺ ആക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഡോക്ടറിന്റെ സാന്നിധ്യം വളരെയേറെ ഉണ്ട്. അതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ ജിസ് വന്നു. ഡോക്ടർ ജിസിന് കുറേയേറെ അദ്ദേഹത്തിന് ഹീബ്രു ഭാഷ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും വന്നു നമ്മളുടെ ക്ലാസ്സിനെ കൂടുതൽ ധന്യമാക്കി. And moreover, the last but not least, I want to tell you another, we have an English batch. An English batch, there is only one student, that is Elena. She is from Odisha. Actually, she's in Odisha. She's right now living in Howrah, West Bengal. And she also came. We have a wonderful session all over the 6-7 months. I teach and she learned, and she is very happy. And right now she's also here, and it's a wonderful moment. Elena, this is a blessed moment. And what I'm trying to say is, this is a first batch in all over Kerala. I don't know about India, I don't know about any other things, but in Kerala this is a history, the first time we having a biblical Hebrew convocation and certification program. So I'm so excited here right now, because this is a journey. We are actually, a Menorah is starting a journey. ഇവിടെ മെനോറ മിനിസ്ട്രി ഒരു യാത്ര ആരംഭിച്ചു. ഈ യാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ 29 പേരായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 7 പേര് സർട്ടിഫൈ ചെയ്തു. നിങ്ങളെ ഞാൻ എപ്പോഴും എൻ്റെ മക്കൾ, എൻ്റെ ആദ്യ മക്കൾ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും എന്നും. ഈ മിനിസ്ട്രി ഇനി വലുതായി ഒരു സ്കൂളായി ഒക്കെ മാറുമ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, ഉണ്ടാവണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. Elena, what I'm trying to say is, you all have to be with me. If it is God is allowing me to grow or whatever, you have to be with me, because in family, whatever we have problems, we all be together. That I need from you all. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം പരിഭാഷപ്പെടുത്തുന്നില്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ പറയാൻ വരുന്ന കാര്യം, നിങ്ങൾ എന്നും എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും. ആ പ്രിയപ്പെട്ടവരായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എന്ത് രീതിയിലും എന്ത് രീതി വെച്ചാൽ വളരെ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്തും പറയാൻ പറ്റും. നിങ്ങൾ പഠിച്ചത്
അവിടെ തന്നെ വെക്കരുത്. What you have learned, don't keep it in that kind of thing. You have to establish what you've learned. So in Bible, we are reading the scripture, we understanding something, there is a master who giving the talat to everyone. If you are not working on that talat, you cannot be rich. That means you have to learn your Hebrew language. You have to learn you have to, every day you have to brush up your Hebrew language. നിങ്ങളുടെ ഹീബ്രു ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചത് എന്താണെന്നും നിങ്ങൾക്ക് എന്തറിയാമെന്നും നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്നും ഉള്ള എല്ലാ അറിവും നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നു, നമ്മളുടെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒന്നും തീരുന്നില്ല. അതൊരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ LKG വിട്ട് കഴിഞ്ഞാൽ അവന്റെ പഠനം തീർന്നില്ല. അവൻ 10ാം ക്ലാസ് കഴിയണം, അത് കഴിഞ്ഞ് അവന്റെ എലിമെന്ററി സ്കൂൾ കഴിയണം, അത് കഴിഞ്ഞ് അവന്റെ യൂണിവേഴ്സിറ്റീസ് കഴിയണം. എന്നാൽ മാത്രമേ അവന്റെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ യു ഓൾ ആർ ഓൺലി സ്റ്റാർട്ടഡ്. യു ഹാവ് ടു കം ടു മീ അഗെയിൻ. You can ask, sir, I don't know this. I want to learn. Again, I want to learn. So, we have right now a YouTube channel. So, if you have any doubt, you can come to there and watch the video. You can learn. If you don't know anything, you can ask me. Okay? So, നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. നിങ്ങളെ പഠിപ്പിച്ചതിനേക്കാളും പരാതിയായിട്ട് ആരും പറയരുത്. കാരണം നിങ്ങളെ പഠിപ്പിച്ചതിൽ നിന്നും കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അധികം ഇപ്പോഴത്തുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അത് വാച്ച് ചെയ്യാം, പഠിക്കാം, വളരാം, സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾ പഠിച്ച് എന്ന് പൂർണ്ണമായി വരുമ്പോഴാണ് ഞാൻ നിങ്ങളെ അടുത്ത തലത്തിലേക്ക്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് ബാച്ചിനെ തരാം. 10 പേര് നിങ്ങൾ പഠിപ്പിക്കൂ. If you are what I'm translate, I will translate, Elena. When I realize to know that you finished what you have learned, I will give you 10 or 20 people to teach them. You should try that. So you should be because what I dreamt, what I thought about you is, I want you to be a masters, or should be a teachers. നിങ്ങൾ ഓരോരുത്തരും ഓരോ അധ്യാപകരായിട്ടാണ് ഞാനിപ്പോൾ കണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നിങ്ങൾ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനുമായിട്ടും ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങൾ പഠിക്കുക. അപ്പോ ഇവിടെ കൊണ്ട് ഒന്നും തീരുന്നില്ല. നിങ്ങളുടെ പഠിപ്പിച്ച് കഴിഞ്ഞ്, നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ബാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ എടുത്തു പറയത്തക്ക ഒരു പേര് ഇവിടെ നമ്മുടെ പാസ്റ്റർ സിജോയാണ്. സിജോ പാസ്റ്റർ കൊണ്ടുവന്ന ഘടാഘടിയന്മാരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവര് ക്ലാസ്സിലൊക്കെ ഉള്ള റെസ്പോൺസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും പഠിപ്പിക്കാൻ. പ്രത്യേകിച്ച് എനിക്ക് പേരെടുത്ത് പറയാനുള്ളത് ജോഷുവ സാറിനെയാണ്, ജേക്കബ് ജോണിനെയാണ്, അതേ കണക്കിന് ജോർജ് സാറിനെയാണ്, കാസർഗോഡ് എന്നുള്ള. ഇവരൊക്കെ കാണുന്ന അറ്റൻഷൻ, അവർ ആ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വന്ന് അവർ അത് പഠിക്കാനുള്ള താല്പര്യം. പ്രത്യേകിച്ച് ജോർജ് സാറൊക്കെ ഓരോ ക്ലാസ്സിൽ, ജോഷുവ സാറൊക്കെ ഓരോ ക്ലാസ്സിൽ നിന്ന് കരയുന്നത് ഞാൻ കാണുന്നു. കാരണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് തറച്ച് അവർ കരയുന്നതായിട്ട് ഞാൻ കാണുന്നു. ദൈവത്തിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ മലയാളം ബാച്ച് ഏകദേശം 114 പേര് അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ ബാച്ച്. നമ്മുടെ ഹിന്ദി ബാച്ച് 90 പേരാണ്. 90 പേരിലുണ്ട്. അതേപോലെ തന്നെ UK ബാച്ച് നമുക്ക് 6 പേരുണ്ട്. UAE ബാച്ചും ഏകദേശം 6 പേരുണ്ട്. അതേപോലെ തന്നെ ഇത്രയും ബാച്ചാണ്. അതിൻ്റെ അകത്ത്, മലയാളം ബാച്ചിന്റെ അകത്ത് USA, സിംഗപ്പൂർ എന്നീ ദേശങ്ങളിൽ നിന്നുമുള്ള അനേകരും അതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം വലിയ രീതിയിലാണ് ഓരോ ദിവസവും ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു പയ്യൻ ജോഷുവ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്കും ഹീബ്രു പഠിക്കണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എനിക്ക് കോളുകൾ കിട്ടുന്നുണ്ട്, ഞങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളത്. അടുത്ത വർഷം നമ്മൾ ഇത് 1 കൊല്ലത്തെ കോഴ്സായിട്ട് നമ്മൾ മാറ്റുകയാണ്. ഫീസ് ഉണ്ട്, അഡ്മിഷൻ ഫീസ് ഉണ്ട്. കാരണം
ആ, ബൈബിളിൽ അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്നവർക്ക് ഒരു ഇത് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. കാരണം നമ്മൾ പഠിക്കുന്നത് അതിന് 1000 രൂപ വിലയിടാൻ പറ്റത്തില്ല, 3000 വിലയിടാൻ പറ്റത്തില്ല, 500 രൂപ വിലയിടാൻ പറ്റത്തില്ല, ലക്ഷം വിലയിടാൻ പറ്റത്തില്ല. കാരണം ദൈവവചനം മഹത്വമുള്ളതാണ്. ദൈവവചനം നമ്മളെ വിടുവിക്കുന്നതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ഇരുവായ് തലയുള്ള മൂർച്ച പോലെയുള്ള വാള് പോലെയാണ്. അത് കേറി അകത്തോട്ട് കേറും, അതിന്റെ സന്ധി മജ്ജകളെ എല്ലാം വിടുവിച്ച്, എന്നുവെച്ചാൽ ആ ദേഹി ആത്മാവിലൂടെ കടന്നു ചെന്ന് 2 കഷണമാക്കി നമ്മളെ മാറ്റും. അതായത് അതിന്റെ ആന്തരികമായ അർത്ഥം, ഹെബ്രായ അർത്ഥം ഇതാണ്: നിന്നെ പിടികൂടിയിരിക്കുന്ന ശാപങ്ങൾ നിന്നെ വിട്ടുകൊടുക്കത്തില്ല, അനുഗ്രഹത്തിലേക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദുരാത്മാക്കൾ, ദുഷ്ടസേനകൾ, അധോലോക വാഴ്ചകൾ, ഇതിനെ എല്ലാം വിടുവിച്ച് ദൈവത്തിന്റെ പക്ഷത്തേക്ക് നിന്നെ നിർത്തുമെന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ പൊരുൾ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുപാട് വാക്കുകൾ പറഞ്ഞ് ഒരുപാട് ക്ലാസ്സിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. നമ്മള് നിങ്ങൾ എല്ലാവരും, എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചത് ഒരച്ച് 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 അതിന് ഷേപ്പ് വരുത്തണം. എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കണം. സംശയമുള്ളത് ചോദിക്കാം, ചോദിച്ച് 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 പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു 6 മാസത്തെ സമയം തന്നിട്ടുണ്ട്. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ആഴത്തിൽ പഠിച്ചിട്ട് നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് വരൂ. ഒരുപാട് പേരെ നമുക്ക് പഠിപ്പിക്കാം. 1-2 പേർക്ക്, എലീന, I will explain all things after this meeting because I just going through the Malayalam. So don't worry. I just listen and just be there. Okay. And Samuel, please be there. Don't shake your mama. Okay. Anyone can speak 2 or 3 words. It's nice. ആർക്കെങ്കിലും 3-4 വാക്കുകളിൽ ചുരുങ്ങിയ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചോ അധ്യാപകനെ കുറിച്ച് സംസാരിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ മോശം പറഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല. പറഞ്ഞോ സിജോ പാസ്റ്റർ, പറഞ്ഞോ. മ്യൂട്ട് ഓൺ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ക്ലാസ്സിൽ ഭയങ്കര ഒരു മനോവിഷമം, വല്ലാത്തൊരു ഫീലിംഗാ തോന്നുന്നത്. ഓൾറെഡി മറ്റ് ക്ലാസ്സുകളിലൊക്കെ വളരെ ഒരു ഹാപ്പി ആയിരുന്നു, പക്ഷെ ഇതിലെന്തോ ഒരു പടിയിറങ്ങി പോകുന്ന പോലെ ഒരു ഫീല് തോന്നുന്നു. എങ്കിലും കർത്താവ് സഹായിക്കട്ടെ. സാറ് പറഞ്ഞ പോലെ അടുത്ത 6 മന്തിന് ശേഷം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞല്ലോ, അതിനൊരു സ്തോത്രം. ഒരുമിച്ച് കാണാം, ചേർന്ന് വീണ്ടും പഠിക്കാമെന്ന്. ഒന്നും ആയിട്ടില്ലെന്ന് നന്നായി അറിയാം, പക്ഷെ എന്നെ ഈ ക്ലാസ്സിലെ ഏറ്റവും അധികം എന്നെ എന്താ പറയാ പഠിക്കണം എന്നൊരാഗ്രഹം, എന്തെങ്കിലും ഒന്ന് എന്താ പറയാ ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേലിലെ ബിനി സിസ്റ്ററും ലിജി സിസ്റ്ററും ഉള്ളത് കൊണ്ടാ. അവര് ഞാൻ ചിന്തിച്ചതിനും അപ്പുറം അവര് ഇസ്രായേലിലാണ്. ശരിക്കും ഭയങ്കര ഭാഷ, ലാംഗ്വേജ് നല്ല പിക്കപ്പ് ആയിരിക്കും എന്നുള്ള ചിന്തയില്, അതിന്റെ ഒരു അംശം എത്തണം എന്നുള്ള ചിന്താഗതിയിലാണ് ഞാന് അക്ഷരങ്ങളൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയത്. കർത്താവ് സഹായിക്കട്ടെ, എല്ലാരെയും പരിചയപ്പെടാനും ഒക്കെ ദൈവം ഒരുക്കിയ ഈ നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിംഗാ. എന്താ പറയാ, എന്ത് വിട്ടുപോകുന്നു എന്ന് തോന്നുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതുപോലെ എല്ലാവരെയും പരിചയപ്പെടാനും പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ ഈ ലാസ്റ്റ് ടൈമിൽ എല്ലാവരുമായിട്ടൊക്കെ ഇപ്പൊ ഡോക്ടറുമായിട്ടും അതുപോലെ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ഒരു നല്ലൊരു ചാൻസ് കിട്ടി ലാസ്റ്റ് ടൈമിൽ. അതുപോലെ തന്നെ എലീന സിസ്റ്ററൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഈ ലാസ്റ്റ് ടൈമിൽ. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എന്നും ക്ലാസ് കഴിയുമ്പോൾ സാറെ വിളിക്കുകയായിരുന്നു. അന്ന് നമ്മൾ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് നന്നായി സംസാരിക്കും. ഇപ്പൊ അതുപോലെ വിളിച്ച അങ്ങനെ അധികം സംസാരിക്കത്തൊന്നും ഇല്ല. പക്ഷെ അന്നത്തെ കാര്യങ്ങൾ ഞാൻ നന്നായി ഓർക്കുന്നു. ഇന്ന് സാറിന് കുറെ സ്റ്റുഡൻസ് ആയി.
അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എന്നാലും ഇപ്പോഴൊക്കെ സംശയം ചോദിക്കാറുണ്ട്. പറഞ്ഞു തരാന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞു തന്നിട്ടില്ല. അതൊരു ആരോപണമായിട്ട് അങ്ങോട്ട് പറയുക. എങ്കിലും കർത്താവ് സഹായിക്കട്ടെ. ഒത്തിരി സന്തോഷം. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് സാറിനൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ തരാൻ പറ്റിയത് അതിനും സന്തോഷിക്കുന്നു. അത് ഞങ്ങൾക്കറിയാം, അത് അത്രയൊന്നും പോരാ, ചെറിയതാണെന്ന് നന്നായി അറിയാം. പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് ആ ചെറിയൊരു ഇത് സാറിനൊരു കോൺട്രിബ്യൂഷൻ തന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. അത് ഒന്നും ആകത്തില്ലെന്നും ഒന്നും തികയത്തില്ലെന്നും ഒക്കെ നന്നായി അറിയാം. പക്ഷെ ഞങ്ങളുടേതായ സാഹചര്യങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അങ്ങനെ ഒരു കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ക്ലാസ്സിനെ ഓർത്തുകൊണ്ട്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഞാന് റെക്കമെൻഡ് ചെയ്ത് 2-3 സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഈ സാറിനെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ അപ്പ ചോദിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ക്ലാസ്സിലിരിക്കുമ്പോ അപ്പ ചോദിച്ചോളണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്ന ജേക്കബ് ജോൺ പാസ്റ്റർ അലഹബാദ് എന്ന് വിളിക്കുന്ന അദ്ദേഹം പൊതുവേ സംശയത്തിന്റെ ചോദിക്കുന്ന ആളാ. അപ്പൊ ഇതും കൂടി ആയപ്പോഴത്തേനും പൂർത്തിയായി. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഇനിയും മെനോറ ഗ്രൂപ്പ് ശക്തി പ്രാപിക്കട്ടെ. അനേകര് ഇതുപോലെ വചന പഠിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഫസ്റ്റ് ബാച്ചിലുള്ള ചില പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, സാറ് ഞങ്ങളെ പഠിപ്പിച്ചതിനേക്കാൾ ഉപരി സെക്കൻഡ് ബാച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഒരു കുറ്റമാരോപണമായിട്ട് പറയാനുണ്ട്. കാരണം അവര് വിളിച്ചിട്ട് പറയും, സിജോ പാസ്റ്ററെ ആലേഫിന്റെ കാര്യം, ആലെഫ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാഹുവയുടെ ന്യൂമറിക്കൽ വാല്യൂ അതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ പറഞ്ഞു, അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാനും പിന്നെ പറഞ്ഞു അവരോട്, ഞങ്ങളെ ഇതൊക്കെ ഫുള്ള് പഠിപ്പിച്ച, നിങ്ങളെ കുറച്ച് ഭാഗം പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ വിളിക്കും, അവർക്കൊരു നന്ദിയുണ്ട്. എന്നിട്ട് പറയും, പാസ്റ്ററെ വളരെ ഉപകാരം ഈ ക്ലാസ്സിൽ കയറിയതെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ അവരോട് ഞാൻ അതിനും നല്ല കാര്യങ്ങളാ, അതിനേക്കാളും മീതെയുള്ള കാര്യങ്ങളാ ഞങ്ങളെ പഠിപ്പിച്ചേ എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും എന്താ പറയാ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഭയങ്കര ഒരു ഫീലിംഗ് എനിക്കിങ്ങനെ അനുഭവപ്പെടുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി കാണുവാനും ഇങ്ങനെ ഈ കൂട്ടായ്മയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പിന്നെ സാറ് അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു മാർച്ചിലൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നാ ഞാൻ അറിയാൻ കഴിഞ്ഞ്. ആ സമയത്ത് ഒന്നും കൂടി ഒരുമിച്ച് ഒരു ഗാദറിംഗ് ആയിട്ട് വരണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരോടൊക്കെ അന്നിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു, സാറ് വരുന്ന സമയത്ത് ഒരുമിച്ച് കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിലും ഒരുമിച്ച് കാണാമെന്നല്ല, കാണണം. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമുക്ക് അവിടങ്ങളിലായിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിക്കട്ടെ. സത്യത്തിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഞാൻ ആദ്യം കാസർഗോഡായിരുന്നു, കേരളത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും. ശരി തന്നെയാ. പക്ഷെ ഇപ്പൊ ഞാന് കേരളത്തിന്റെ സെന്ററായി, തൃശ്ശൂരായി. ഇപ്പൊ ദൈവം എന്നെ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതങ്ങ് കഴിഞ്ഞു ഓടി വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതാണ്. അതാണ് കുറച്ച് ലേറ്റ് ആയ, സോറി. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സാറിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവരൊക്കെ മോഹം എനിക്ക് നല്ല ഓർമ്മയിൽ നിൽക്കുന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ഒത്തിരി നമ്മൾ ഈ കുറച്ച് പേരായതുകൊണ്ട് ആക്ച്വലി ശരിക്കും എപ്പോഴും നമുക്ക് കാര്യം മുഖങ്ങളും ആരാണ് എന്താണ് എവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. പേര് കേൾക്കുമ്പോഴേ അറിയാം ഇന്ന ആളാണ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സാങ്കി സിസ്റ്റർ, സാങ്കി ബ്രദർ വന്നിട്ടുണ്ട്. സാങ്കിനെ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഐ എം സോറി സാങ്കി. യഥാർത്ഥത്തിൽ സാങ്കിനെ വിളിക്കണം, സാങ്കിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം എന്ന് വിചാരിച്ചു. ഐ വോണ്ട് എ ട്രാൻസ്ലേറ്റർ ആക്ച്വലി, ബട്ട് സാങ്കി വന്നതിന് വളരെ വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സാങ്കിനെ കുറിച്ചും എനിക്ക് പറയാനുണ്ട്. ഓക്കെ ഓക്കെ, സിജോ പാസ്റ്റർ തീർന്നല്ലോ, നമുക്ക് അടുത്ത എലീനയിലേക്ക് പോയാലോ? Elena, you can say a few words about എന്തോ പറയാനുണ്ടോ? ഡോക്ടറെ പറഞ്ഞോ.
ജിസേ സൗണ്ട് ഇല്ല, സൗണ്ട് വെക്ക്. മ്യൂട്ടാ. ഞാൻ ഇല്ല, കേൾക്കുന്നില്ല. എലീനയ്ക്ക് 2 മിനിറ്റ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. ഓക്കെ എലീന, you can say a few words in very short words in 2 minutes or 3 minutes. Don't take too much. Elena, you can speak right now. Yes, sir. Sorry, sir. So I will just say a few words, not big message. Short message, short. About Menora Ministry, that's it. So I just want to thank God for this beautiful opportunity. Actually, it was God's plan. I feel that God brought me here to this beautiful family, so I could join. So I know I have shared with you all because I was 4 years for my theological training. I was in Kerala for 4 years for my theological training, and after a few years, again I joined with this beautiful family. All the everybody from Kerala only, even though it's online, but still I'm with you all, and I thank God for this beautiful opportunity for the ministry, and I thank God for my friend Sanki. Through him, I came to know about this ministry and about Hebrew class, and I thank God for Sir Alasu sir for beautifully he has taken the class, and not only he is sir, he is a very good friend also, elder brother also. He is a very good counselor. So so it is very good. It is really good for me. It's to learn Hebrew, heavenly language, holy language, God's language, and to know deeply about it. And I'm very much happy and excited, and it's like a dream for me that I'm sitting here, and I could never believe that I'm getting certificate today. so it's really a great joy for me, and I have no words. I thank God for all the blessing. This is a blessing for me actually, and it's a open door for me for God's ministry, and I believe that I know God is going to use me through this ministry for God's kingdom. I really thank God for that. Thank you so much. Okay. Thank you so much. Dr. Jess, you can say in few words. Yeah. Actually, I would like to thank Aloysius sir and Menora Ministries to train us in this language. A few years back, like 2019, I tried to learn and read in Hebrew language in my own effort. I was downloading certain documents from Google. I tried to learn, but ഒരു certain extent വരെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്തെങ്കിലും I understood that we need a guide, we need a person who should guide us. ഒരു ഗുഡ് ടീച്ചർ എനിക്ക് എന്റെ ലൈഫിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. And after that, I was scrolling in the Google, searching for the Hebrew classes, Hebrew universities around the globe, but it was very expensive. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കാണാനോ ആഗ്രഹിക്കാനോ കഴിയാത്ത, വി കാൻറ്റ് ഈവൻ ഡ്രീം അബൌട്ട് ഇറ്റ്. ആ നിലവാരത്തിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിലും അവിടെ നിന്ന് പഠിക്കാനൊന്നും നമുക്ക് ലൈഫിൽ ഒരു പക്ഷേ സാഹചര്യം കിട്ടിയെന്നില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐ വാസ് കണ്ടിന്യൂയിങ് വിത്ത് മൈ ഓൺ എന്റെ ഒരു വേ ഓഫ് ഇതിൽ. പക്ഷെ ഒരുപാട് നാളെ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു നല്ലൊരു ഗ്രേറ്റ് ടീച്ചർ നമുക്ക് വേണ്ടി ദൈവം കൊണ്ടുവരണം, നമ്മളെ ഇതിനെ ഡീപ്പായിട്ട് പഠിപ്പിക്കാനും. at the right time Aloysius sir appeared at the right time. അത് കഴിഞ്ഞിട്ട് I had another experience with another school. I just joined a school, ഒരു നോർത്ത് ഇന്ത്യൻ ടീച്ചർ, Mora, I was calling her Mora. She was teaching me, in between the ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ആ ക്ലാസ് ശരിക്കും അവരുടെ ക്ലാസ് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മൾ തിരക്കിന്റെ ഇടയിലൊക്കെ ചില ക്ലാസ്സുകളൊക്കെ മിസ്സായി പോയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരുടെ മുമ്പിൽ ഹറാസ് ചെയ്ത്
എന്നെ ആ ക്ലാസ്സിൽ നിന്ന് ചവിട്ടി ഇറക്കി വിട്ടു, വാട്സപ്പിൽ നിന്ന് ചവിട്ടി ഇറക്കി വിട്ടു. എനിക്ക് ഭയങ്കര വിഷമമായി, എന്റെ ഹാർട്ടിൽ ഭയങ്കര ഷേക്ക് ആയി പോയി. ദ വെരി നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസമാണ് എന്നെ സാറിന്റെ ഫേസ്ബുക്കിലെ പരസ്യവും സജിൻ ബ്രദർ, സാങ്കി ബ്രദർ വഴി, സജിൻ ബ്രദർ വഴി സാറിനെ കണക്ട് ചെയ്തായിരുന്നു. അതൊരു വലിയ മിറാക്കിൾ എന്റെ ലൈഫിൽ. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ദൈവം വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഈ മെനോറോ ക്ലാസ്സസും അലോഷ്യസ് സാറുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിങ്സ് ആണ്. യുനോ, നമുക്ക് ഇങ്ങോട്ട് തന്നതനുസരിച്ച് എനിക്ക് സാറിനെ മാനിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡന്റ് ഹോണർ യു ആസ് സോ മച്ച് ആസ് യു ഹോണർഡ് മീ സോ. But there is a time for it. God will strengthen us to honor you back again. That's what I wanted to say. Yeah, even I will bring many students to this, classes. It will really grow. It will become bigger. It will become an offline campus also. That is what I am praying for. Okay. In future, it will be an offline campus. Thank you for giving me time to speak, sir. Thank you. എനിക്കിനി അടുത്തത് ഇസ്രായേലിൽ നിന്നാണ് കേൾക്കേണ്ടുന്നത്. ഇസ്രായേലിൽ നിന്ന് രണ്ടും പ്രിയപ്പെട്ട ആൾക്കാരാണ്, വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് രണ്ടുപേരും. എനിക്ക് എൻ്റെ ഇടവും വലവുമായിട്ടുള്ള കരം പോലെയാണ് രണ്ടുപേരും. നിങ്ങൾക്ക് ആർക്കാണ് സംസാരിക്കാൻ താല്പര്യം? നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. മ്യൂട്ട് മാറ്റി സംസാരിക്കൂ. ഞാൻ പേര് വിളിക്കണോ? സാറേ പേര് പറ. പേര് പറഞ്ഞ രണ്ടുപേരും പിണങ്ങും. അപ്പൊ ഒരു ഇച്ചിരി സ്നേഹം അവരോടാണെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ലിജീനെ തന്നെ ആദ്യം വിളിക്കുവാണ്, കാരണം എപ്പോഴും എനിക്ക് വിട്ടുതരുന്നത് ലിജിയാണല്ലോ. ഓക്കെ ഓക്കെ, ബിനി സിസ്റ്റർ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട, ബിനി സിസ്റ്റർ പറഞ്ഞു. ഞാൻ ലിജി സിസ്റ്റർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന്. ലിജി സിസ്റ്റർ എനിക്ക് കേട്ടോ. കർത്താവിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ഈ ഭാഷ, ഞാൻ ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ശരിക്കും ഇവരുടെ ഈ ഭാഷ നമുക്ക് പറയാൻ അറിയത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ അവരുടെ ആ ഒരു പ്രൊണൗൺസിയേഷൻ നമുക്ക് ശരിക്കും നമ്മൾ പറയുമ്പം അവർക്കത് മനസ്സിലാകണമെന്നില്ല ഈ പറഞ്ഞ കണക്ക്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലര് പറയും നിങ്ങൾ എന്തിനു പഠിച്ചു, നിങ്ങളിപ്പോ എന്തിനാ, നമുക്ക് ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കാം. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ക്ലാസ്, ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ളവര് ഹീബ്രു ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ മോഡേൺ ഹീബ്രു ആണ് പഠിപ്പിക്കുന്നത്. അത് നമ്മൾ എഴുതാനോ വായിപ്പിക്കാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് വെർബ്സ്, നമുക്ക് വൊക്കാബുലറികൾ മാത്രം പഠിപ്പിക്കുന്നു. അതിന്റെ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ഒക്കെ പഠിപ്പിച്ചു പോകുന്നു എന്നല്ലാണ്ട് അത് നമ്മൾ ശരിക്കും പഠിക്കണം. അല്ലെങ്കിൽ നമ്മളത് സംസാരിച്ചാൽ മാത്രം നമുക്കത്, അല്ലെങ്കിൽ കോൺവെർസേഷൻ നമ്മൾ നടത്തിയാൽ മാത്രം നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രം നമുക്ക് പറയാൻ മനസ്സിലാവും. നമ്മൾ പഠിച്ചു വെച്ചിട്ട് അത് നമുക്ക് പ്രയോജനത്തിലില്ല. അപ്പൊ നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞാൽ മാത്രമേ. എന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പേടിയാ. ഞാൻ തെറ്റാണോ പറയണമെന്ന് വിചാരിച്ച സത്യത്തിൽ ഞാൻ പറയത്തില്ല, മിണ്ടാതിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാൻ ലിജി സിസ്റ്റർ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അപ്പൊ ലിജി സിസ്റ്റർ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെയാണ് ഞാൻ ഈ മെനോറ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് തീരാൻ ദൈവം അനുഗ്രഹിച്ചത്. അപ്പൊ ആ രീതിയിൽ അനുഗ്രഹിച്ചത് കർത്താവ് ഇത്രമേല് നമ്മളെ കണ്ടത് കൊണ്ടാണ്. മുന്നമേ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ് എങ്കിൽ പോലും ഈ ഒരു രീതിയിലും ഞാൻ മുന്നമേ നമ്മളെ കണ്ടിട്ടാണ് കർത്താവ് നമ്മളെ അതിനെ കൂട്ടിച്ചേർത്തത്. അപ്പൊ ആ ചേർത്തപ്പോ അതിലൊരു ഭാഗമാക്കാൻ ഞങ്ങൾ 30 പേര് കൂടി, സാറ് പറഞ്ഞു ഞങ്ങൾക്ക് 30 പേര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ ഞങ്ങൾ 7 പേരേ ഉള്ളൂ. എങ്കിൽ പോലും അത്രയും നാള് നമുക്ക് പഠിക്കുവാനും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെ ഞാൻ ഓരോ വ്യക്തികൾക്കും, അതായത് ഞാൻ സാധാരണ എല്ലാ പാസ്റ്റർമാരെല്ലാവരും അത്യാവശ്യം ബൈബിൾ പരമായിട്ടെല്ലാം അറിയാവുന്നവരാണെങ്കിൽ പോലും എനിക്ക് എന്റെ ഒരു അവസ്ഥ പറയാം, ഞാൻ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാണ്. അപ്പൊ ആ രീതിക്ക് വരെ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അലോഷ്യസ് സാർ അത് പഠിപ്പിച്ച് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് അലോഷ്യസ് സാർ അനുഗ്രഹിക്കട്ടെ. ഇനി അനേകം കുട്ടികൾ എന്നാ ഇനി പറയാൻ പറ്റുള്ളൂ. ഒത്തിരി ആളുകളുണ്ടല്ലോ ഇപ്പൊ തന്നെ ക്ലാസ്സിലുണ്ടല്ലോ, അനേകരെ പഠിപ്പിക്കുവാനും അതിനുള്ള ദൈവത്തിന്റെ ഒരു കൃപ സാറിന് തരട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. നമ്മള് 30 പേര് ആണ് ഉണ്ടായിരുന്നെങ്കിലും 7 പേരിലേക്ക് വന്നു. മെനോറ എന്ന് പറയുന്നത് 7 കൊമ്പുകളാണ്, വിളക്കാണ്. ഞങ്ങളുടെ വീട്ടില് മെനോറ എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട്ടില് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. എന്നെ പഠിപ്പിച്ച അധ്യാപകൻ വന്നിട്ട് നമ്മള് ജൂലൈ 30-ാം തീയതി
1922 ജൂലൈ 30 നമ്മളൊരു മീറ്റിംഗ് നമ്മുടെ വീട്ടിൽ സംഘടിപ്പിച്ചു. അന്ന് 7 പേര് വന്നു. അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു പേരാണ് മെനോറ. അപ്പൊ ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞു വളരെ നല്ല പേരാ, ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അത് എവിടെയാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നലെ ഞാനൊരു ഒരു ബൈബിൾ കോളേജിന്റെ ഫാക്കൽറ്റി മെമ്പറായിട്ട് പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ഈ വരുന്ന ബുധനാഴ്ചയാണ് ക്ലാസ്. അപ്പം സിജോ പാസ്റ്റർ ഒരു ചെറിയൊരു പരാതി ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരുപാട് കോൾസ് ആണ് വരുന്നത്. ഒരുപാട് പേർക്ക് സംശയം. ഇവിടെ പലപ്പോഴും നിങ്ങൾ ആഹാരം കഴിക്കുക, കാരണം പറ്റുന്നില്ല. ചില സമയത്ത് അത് പറ്റാണ്ട് വരുന്നു. കാരണം ചില ആൾക്കാർ കോള് വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെയാണ് സംശയങ്ങൾ ചോദിക്കുന്നത്, പല പല കാര്യങ്ങൾ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും സിജോ പാസ്റ്റർ പറഞ്ഞ എന്റെ സംശയം ഞാൻ തീർത്തു തരാം. അതേപോലെ തന്നെ എനിക്ക് അടുത്തത് വിളിക്കാനുള്ളത് എൻ്റെ എൻ്റെ കൂട്ടുകാരിയാണ്. ഞങ്ങള് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങള് ഒരു വാട്സപ്പിന്റെ ഒരു കൂട്ടായ്മയിൽ കണ്ടു. അവിടുന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങളുടെ ബന്ധം ഇപ്പോഴും ഊഷ്മളമാണ്. യേശു കർത്താവിൽ ദൃഢമാണ്. ഞാൻ ജീവ സിസ്റ്ററിനെ ഞാൻ ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിക്കും. Praise the Lord. Praise the Lord. Praise the Lord. മെനോറ മിനിസ്ട്രേഷനിലെ നമ്മളെ പ്രിൻസിപ്പൽ സാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മാതാപിതാക്കൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നത്. കാരണം അവസാന നിമിഷമാണെങ്കിൽ നമ്മൾ കുറച്ച് അടുക്കാനൊക്കെ ഇടയായല്ലോ. എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും ഓർപ്പിച്ചതുപോലെ ഇപ്രകാരം ഒരു ഹീബ്രു ക്ലാസ് പഠിക്കുവാനും എനിക്കും ഒരു അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ആലോഷി സാറ് പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറിയോ. എനിക്ക് മെമ്മറി പവറൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പൊ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് സാധാരണയായിട്ട് ഒരു ഭാഷ പഠിക്കുന്നതിലുപരിയായിട്ട് അതിനേക്കാളും എനിക്ക് ബിബ്ലിക്കലായിട്ട് അതിനെ പഠിക്കാൻ കിട്ടിയത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ലേഡീസ് മീറ്റിങ്ങിനൊക്കെ ഞാൻ മെസ്സേജ് ഒക്കെ പറയുമ്പോഴത്തേനും സാറ് പഠിപ്പിച്ച പല കാര്യങ്ങളും ഞാൻ അതിൽ കൂടെയൊക്കെ ഉൾക്കൊള്ളിച്ച് പറയാറുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിശയമാണ്, ഇതൊക്കെ ഈ അറിവുകളൊക്കെ ഇവിടുന്ന് കിട്ടിയെന്ന്. അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ഇനിയും അവസരങ്ങൾ വരുമ്പോൾ ഞാൻ അതെല്ലാം. അപ്പൊ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഈ ക്ലാസ് പഠിക്കാനൊരു താല്പര്യം ഉണ്ടാകണം. അതാണ് ഞാൻ എല്ലാവർക്കും ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നെങ്കിൽ ആർക്കത്ര ഇല്ല. അപ്പൊ മെസ്സേജ് ഒക്കെ പറയുമ്പോൾ ഇതുപോലെ ഓരോ വാക്കുകളൊക്കെ ഇട്ട് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും അവർക്കൊരു താല്പര്യം ഉണ്ടാകട്ടെ എന്നോർത്താണ് ഞാൻ പറയുന്നത് തന്നെ. എന്നാലും ഇത്രയും പേർക്ക് നമുക്ക് തുടങ്ങിയപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിലും അവസാനം ഒരു എസൻസ് പോലെയാണ് നമ്മൾ ഇത്രയും പേര് അല്ലേ ദൈവം കണ്ടിരുന്നത്. എന്നാല് നമുക്ക് ഒരുമിച്ച് പിന്നെയും ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. പ്രിയ സാറിന് പ്രത്യേകാലുള്ള നന്ദി ഓർപ്പിക്കുന്നു. അതുപോലെ പരിചയപ്പെടാനും ഒക്കെ ഇത്രയും ആർക്കും ഒന്നും ഒരു പരിചയമില്ലായിരുന്നു. പക്ഷെ ഈ ഒരു ക്ലാസ്സിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാൻ ഇടയായത്. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ജോപാസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് മുഖാമുഖം കാണാനായിട്ട് ഒരു അവസരം ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകാല സാറിനോടുള്ള നന്ദിയെ തരണത്തിൽ ഓർപ്പിച്ച് നിർത്തുന്നു. അടുത്ത വീണ്ടും എനിക്ക് ഇസ്രായേലിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ലിജി പോയിട്ടില്ലെങ്കിൽ ലിജിയുടെ വായിൽ നിന്നും 2 വാക്ക് കേൾക്കാം. ലിജി സിസ്റ്ററെ 2 വാക്ക്. ദൈവത്തിന്റെ ദിവസം മാറ്റപ്പെടുമാറാകട്ടെ. എന്നോട് ഈ മനോരമയുടെ ക്രിയേറ്റർ അലോഷി സാറ്, ബാക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും സാറിന്റെ മാതാപിതാക്കൾക്കും ഒക്കെ കർത്താവ് യേശു ക്രിസ്തുവിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആശ്വസ്താണ് ഇവർ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് അന്ന് ഞാൻ അലോഷി സാറായിട്ട് അങ്ങനെ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. മെമ്പറാണ് എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ അങ്ങനെ ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുവാനും
സംസാരിക്കുന്നല്ല, നമുക്കൊരു അക്ഷരം കണ്ട വായിക്കാനോ എഴുതാനോ അറിയത്തൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ അപ്പച്ചൻ്റെ ഒരു മകൻ അധ്യാപകനാണ്. അന്നേരം ആ മകൻ വരുമ്പോൾ പേപ്പർ വായിക്കുമ്പോൾ മിക്കവാറൊക്കെ എനിക്ക് വായിക്കാനൊക്കെ സാധിക്കുന്നു. വായിക്കുമ്പോൾ സന്തോഷം വരും. പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് Amen. അധികമായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സാറിന് നന്ദി പറയുന്നു. പിന്നെ ഇതിലായിരിക്കുന്ന എല്ലാവരുമായിട്ടൊരു മാനസികമായ ഒരു അടുപ്പം ഉണ്ടാകുവാൻ ഞങ്ങൾക്ക് ഈ അവസാന സമയങ്ങളിലൊക്കെ സാധിച്ചു. ഈ മിനിസ്ട്രി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Amen. ദൈവം എല്ലാവരെയും വിജയിക്കുമാറാകട്ടെ. ലിജിയുടെ തലയുടെ മുകളിൽ അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയാണ് ഇരിക്കുന്നത് അല്ലേ? ഇസ്രായേലിൽ നിന്ന് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയാണ് ഇരിക്കുന്നത്. രണ്ടുപേരും ഓക്കെ. അടുത്തത് അവസാനമായിട്ട് മെനോറ വളരെ ശക്തമായി കാര്യങ്ങൾ പഠിക്കുകയും അസൈൻമെന്റ് ഒക്കെ ചെയ്ത്, എല്ലാവരും അസൈൻമെന്റ് ചെയ്തു, എല്ലാവരും നല്ലപോലെ പഠിച്ചു. എന്നാൽ നമ്മൾ പറയുമ്പോൾ അവർ എടുത്തു തന്നെ പറയണം. കാരണം അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കണം, പുകഴ്ത്തേണ്ട സമയത്ത് പുകഴ്ത്തണം. അത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവവും അത് ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും ദൈവം നമ്മളെ അതിനായിട്ട് പുകഴ്ചക്കായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ഞാൻ ഇടയ്ക്ക് പൊന്നി എന്ന് വിളിക്കുന്ന സിജോ പാസിന്റെ ഭാര്യ സിനി വിളിക്കുന്ന ഞാൻ. ഓക്കെ, 2 വാക്ക്. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. പ്രിയ അലോഷ്യ സാറിന്റെ മാതാപിതാക്കളെ കാണാൻ സഹായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മായിമ്മയുണ്ട്, അളിയനും ഉണ്ട്. പക്ഷെ അവർ രണ്ടുപേരും ഒളിച്ചിരിക്കുകയാണെന്നേ ഉള്ളൂ. ആണോ? അവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട സാറിന്റെ റിലേഷനുള്ള എല്ലാവരെയും കാണാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ആദ്യമേ മുതൽ സ്റ്റാർട്ട് ചെയ്തപ്പോ മുതല് കൂടെയുള്ളവരെയും അവസാനം വരെ എൻഡിങ്ങിൽ വരെ കൂടെയുള്ളവരെയും ഒരിക്കൽ കൂടി കാണുവാൻ തക്കോണം ദൈവം സഹായിച്ചു. ഞാന് പിന്നെ ഹീബ്രു പഠിച്ചപ്പോ ഞാൻ ഒരു കാര്യം ആലോചിച്ചോളൂ, ഈ അക്ഷരങ്ങൾ എന്താണ് അതൊന്ന് പഠിക്കണം എന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പൊ എവിടെ അക്ഷരങ്ങൾ കണ്ടാൽ ഇത് ഇന്ന അക്ഷരം എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ക്ലാസ്സിലൂടെ സഹായിച്ചു. ഇങ്ങനെ പാസ്റ്റർ വേറൊരു ഹീബ്രുവിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു പഠിക്കാൻ സാഹചര്യം ഒരുങ്ങണേന്ന് പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സാറിന്റെ ഒരു ആഡ് ഫേസ്ബുക്കിൽ കണ്ട് ഞാൻ അതില് വിളിച്ച് അപ്പൊ ഒന്നും ഒരു പ്രതീക്ഷയില്ല. ഞാൻ ഏറ്റവും സൈലന്റ് ആയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ മുമ്പിലോട്ട് വരും. പക്ഷെ പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാം ചെയ്ത് സാറിന് അയക്കുമായിരുന്നു. അതെല്ലാം എഴുതി വെച്ച് അയക്കാനൊക്കെ സഹായിച്ചു. അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സഹായിച്ചു. ഒരുപാട് ആഴമേറിയ മർമ്മങ്ങൾ പഠിക്കാൻ. അത് ജീവസിസ്റ്റർ പറഞ്ഞതുപോലെ ലേഡീസ് മീറ്റിങ്ങിലൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞപ്പോ അവര് അതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷെ അവർക്കൊന്നും അത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഓരോ നമ്മൾ പറഞ്ഞെങ്കിലും അറിയുമ്പോ ഇങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാരും. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു അതൊരു ദൈവിക ഒരു പ്രേരണ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ ഇത് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് എന്റെ ചിന്ത. കാരണം ഞാനിതൊക്കെ കണ്ടപ്പോ തന്നെ അതൊരു പ്രേരണ കിട്ടിയോണ്ടാണ് നമ്മൾ ഇതില് പഠിക്കാനായത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും പഠിക്കാൻ സർവ്വശക്തനായ ദൈവം നമ്മളെ ഇത്രയും സഹായിച്ചു. ഇത്രയും പേരെ പരിചയപ്പെടുവാനും വീണ്ടും അനേകരെ പഠിപ്പിക്കാൻ തക്കണം ദൈവം അലോഷ്യ സാറിനെ സഹായിക്കട്ടെ. എല്ലാവർക്കും എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗില് ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ റെവറൻ പാസ്റ്റർ സാങ്കി പീറ്ററിനെ നമ്മുടെ എന്റെ ശിഷ്യനാണ്. നമ്മുടെ കോളേജിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഉപരി കേരളക്കരയെ മധുരതരമാക്കിയ വലിയൊരു അഭിഷക്തന്റെ മകനാണ്. ആ അഭിഷക്തന്റെ ഭാര്യയും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു നിമിഷം സിസ്റ്ററെ ഒന്ന് കടന്നു വന്ന് ഒരു 2 വാക്ക്, ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നാലും 2 വാക്ക് സംസാരിക്കാമോ? നിർമ്മല പീറ്റർ നമ്മുടെ കൂടെ ഉണ്ട്. സാങ്കി ഒന്ന് മൈക്ക് ഓൺ ആക്കാമോ?
പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സന്ധ്യാസമയത്ത് ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ സാറിനെ കുറിച്ച് സാങ്കിൽ കൂടിയും നിലയിൽ കൂടിയും കേൾക്കാനിടയായി. പിന്നെ ഈയിടെയായിട്ട് സാങ്കി പഠിക്കുന്ന നോട്ട്സ് ഞാനിവിടെ നോക്കുന്നുണ്ട്. സ്ക്രീനിൽ വരുന്നില്ല എന്ന് മാത്രം. എനിക്ക് മുമ്പ് സഹോദരിമാര് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ലേഡീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലഫിനെ കുറിച്ച് അവരോട് പറഞ്ഞ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. സോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ ടുനൈറ്റ്. ഇത്ര വലിയൊരു ദൗത്യം ചെയ്യുവാൻ സാറിന് ദൈവം നിയോഗിച്ചതോ ദൈവത്തിന് എല്ലാ മഹത്വം കരയറ്റുന്നു. ഇനിയും അധികം ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അതുപോലെ ഇന്ന് ഈ മീറ്റിംഗ് ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ വന്ദനം. ഗോഡ് ബ്ലസ് യു ഓൾ. അമേൻ അമേൻ. സാങ്കിയുടെ കുടുംബവുമായിട്ട് ഒരു മിനിറ്റ് സാങ്കിയുടെ കുടുംബവുമായിട്ട് എനിക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട് ഇപ്പൊ. കാരണം വെച്ചാൽ ഒന്ന് സാങ്കിനെ ഞാൻ പഠിപ്പിക്കുന്നു. സാങ്കിയെ മാത്രമല്ല പഠിപ്പിക്കുന്നത്, സാങ്കിയുടെ അളിയനെ പഠിപ്പിക്കുന്നുണ്ട്, എബിനെ പഠിപ്പിക്കുന്നുണ്ട്, സാങ്കിയുടെ പെങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, മേഴ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞാനും നിനോയുമായിട്ട് ഒരു 10-12 കൊല്ലത്തെ പരിചയം കൂടിയുണ്ട്. നിനോ പാസ്റ്റർ നിനോയായിട്ടും ഞാനൊരു 10-12 കൊല്ലത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ദുബായിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനും പാസ്റ്ററും KRCയിൽ ഞങ്ങൾ രണ്ടുപേരും മീഡിയ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആ വീടുമായിട്ട് എനിക്ക് അത്രയും ബന്ധമുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ പഠിക്കുന്നു ഉള്ള ഒരു വലിയ സന്തോഷം. സാങ്കിക്ക് പറയാം, 2 വാക്ക് പറയാം. Praise Lord. Let me speak in Manglish. Greetings to all of you. The Master Lord and Savior Jesus Christ. അതുപോലെ തന്നെ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ സഹായിച്ചതിന് സ്തോത്രം. അത് നമ്മുടെ ഇസ്രയേലി ലേഡീസിനെയും കാണുവാൻ സഹായിച്ചല്ലോ. പാസ്റ്റർ സിജോ, ജീവ സിസ്റ്റർ, മൈ ക്ലാസ്മേറ്റ് ആൻഡ് ഫ്രണ്ട് എലീന, ജീസ് എൻ്റെ ഫ്രണ്ടാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് മമ്മി അടുത്ത ബാച്ചിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് മമ്മിക്ക് ഇപ്പം മമ്മി പറഞ്ഞല്ലോ യെസ്റ്റർഡേ മമ്മിയുടെ സെർമൺസിലൊക്കെ ഈ ഹീബ്രു മീനിങ്സ് ഒക്കെ മറ്റേ ജീവ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പറയുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം അമ്മ പറയുന്നത് ഇതുപോലെ എൻ്റെ മോൻ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒളിഞ്ഞു കേൾക്കാറുണ്ട്. സോ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമായി. അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ, KRCയിലെ ദിൽകുമാർ പാസ്റ്ററുടെ വൈഫ് ഇന്ന് മരിച്ചു എന്നുള്ള ഒരു സോ ഞാൻ ഇതിൽ വളരെ ഐ എം സോ ഹാപ്പി ടു ബി ഇൻ ദിസ് കോൺഗ്രിഗേഷൻ. ആൻഡ് ഓൾസോ ഞാൻ ഒരു ഓൾഡർ കപ്പിളിനെ കണ്ടപ്പോൾ അത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ പരിചയപ്പെടുത്തിയപ്പോഴാണ് അലോഷ് സാറിന്റെ പേരൻസ് ആണ് മനസ്സിലായത്. സോ ഈ ബാച്ചിൽ നമുക്കൊരു ബോണ്ട്, നമ്മൾ വളരെ കുറച്ച് പേരെ ഉള്ളെങ്കിലും എല്ലാവരെയും വീണ്ടും കാണുമ്പോഴും കണ്ടപ്പോൾ സന്തോഷം. ഒരു ഫാമിലി പോലെ നമുക്ക് വീണ്ടും കാണാൻ സഹായിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. കാരണം ഹീബ്രു പഠിക്കുക, വെൻ വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ ഹീബ്രു, that time onwards we started feeling some difference in our lives and the ministry. And I want to tell you all of you that this study will not be going vain. ഇത് വെറുതെ ആവത്തില്ല. ഇത് നമ്മൾ മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയാണ് മനസ്സിലായതിന്റെ റീസൺ എന്തെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇത് ഫസ്റ്റ് ബാച്ച് നമ്മൾ കേവലം കുറച്ചുപേരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പല ഭാഷകളിലേക്ക് മാറി ഇതിന്റെ വളർച്ച കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ന്യൂ ബാച്ചിൽ 63, 72 ഇതൊക്കെയാണ്, 63 and 72 ഇതാണ് ക്ലാസ് സ്ട്രെങ്ത്. അതും വ്യത്യസ്ത സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്. സോ ഇങ്ങനെ ആകും എന്നുള്ളത് നമ്മളെല്ലാവരും ചർച്ച ചെയ്തിരുന്നു. സാറും നമ്മളെല്ലാവരും ഇതിങ്ങനെ മാറുന്ന തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷെ അത് അടുത്ത നെക്സ്റ്റ് ബാച്ചിൽ തന്നെ we could see that when the flourishment of this ministry, Menora Hebrew ക്ലാസ്സസ്, അതിൻ്റെ മിനിസ്ട്രി എല്ലാം ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലാസ്സിലുണ്ടായിരുന്ന സന്തോഷങ്ങൾ, അതുപോലെ തന്നെ തമാശകളൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. കൂടെ ഓരോ സിസ്റ്റേഴ്സ് ഓരോന്ന് ചോദിക്കുമ്പോൾ നമുക്കത് തമാശയുടെ തോന്നുമെങ്കിലും പിന്നെ ചിരിക്കാനുള്ള വകകളെല്ലാം ഉണ്ട്. സിജോ സാറിന് പാസ്റ്റർ കണ്ടപ്പോഴും അങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് കുറേ ഫൺ ഫാക്ടർ ഈ ക്ലാസ്സിൽ നിന്ന്, if you could get some fun factor from this class. So I bless you and wish you all the best in the coming and nearly future. And this should be a part of our life. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ.
ഈ പഠിക്കുന്നത്. അത് നമ്മുടെ സോ ഇറ്റ് വിൽ ചേഞ്ച് അവർ മിനിസ്ട്രി ഓൾസോ. God bless you all. Amen. Thanks for the time you given to me. Thank you. എല്ലാവരുടെയും നല്ല വാക്കുകൾക്കായിട്ട് അടുത്ത ബാച്ചിൽ മമ്മി ഉണ്ടാവും. അല്ലെ, നിങ്ങൾ പഠിക്കണം. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അനു എൻ്റെ വൈഫ് ഇങ്ങനെ പറയുന്നു, വീട്ടിൽ വിളിച്ചപ്പോ എൻ്റെ ക്ലാസ് യൂട്യൂബില് എൻ്റെ അമ്മായിമ്മ കേട്ടോണ്ടിരിക്കുന്നതായിട്ട്. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി. കാരണം നല്ല എനിക്ക് റോസമ്മയുടെ പ്രായം ഞാൻ പറയുന്നില്ല, പക്ഷെ ആ സന്തോഷത്തോടു കൂടി ഇരുന്ന് ഞാൻ പഠിപ്പിക്കുന്നത് കേൾക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അത് കണക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. യൂട്യൂബില് ഞാൻ വിചാരിച്ച 1, 2, 10 ഒക്കെ ആയിരിക്കും നമുക്ക് ആൾക്കാർ വാച്ച് ചെയ്യുന്നത്. ഏകദേശം ആലഫൊക്കെ 2000-നും മേലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. പല സ്ഥലത്തുനിന്നും നമ്മളെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ പറയാൻ വന്നൊരു കാര്യം, നിങ്ങൾ കിട്ടുന്ന ഓരോ ലിങ്കുകളും കാണുക, എന്നിട്ട് പരമാവധി ഷെയർ ചെയ്യുക, അയച്ചു കൊടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരു 10-15 പേർക്കും അയച്ചു കൊടുക്കുക. അവർക്ക് ഇങ്ങനെയും പഠിക്കാം, ഇങ്ങനെയും എത്താം. ദൈവത്തിന്റെ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മളുടെ ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം, ശമരിയാക്കാരത്തി, അവൾ കേട്ടിട്ട് അവൾ വീട്ടിൽ പോയി ഭർത്താവിനോടൊപ്പം പൊറോട്ടയും ബീഫും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. അവൾ എന്ത് ചെയ്തു? അവൾ ആ നാട് മുഴുക്കെ പോയി ഘോഷിച്ചു, ഞാൻ മിശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ ആയിരിക്കണം. നമ്മൾ ഒരു കാര്യം കേട്ടാൽ നമ്മൾ അടങ്ങിയിരിക്കരുത്. നമ്മൾ പറയാൻ പറ്റുന്നവരിടത്തൊക്കെ സുവിശേഷം പറയണം. ഹല്ലേലൂയ. നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, ആഴമുള്ള വചനമാണ്. അടുത്ത ക്ലാസ് 2026 എന്ന് പറയുന്നത് 1 year കോഴ്സാണ്. ഇറ്റ് ഈസ് നോട്ട് എ 6 months കോഴ്സ്, ഇറ്റ് ഈസ് എ 1 year കോഴ്സ്. നിങ്ങളെ ആദ്യം തന്നെ ആലഫ് തൊട്ട് തൗ വരെ പഠിപ്പിക്കും. ആദ്യം മുതൽ. അതിൻ്റെ അകത്ത് സ്പിരിച്വൽ മീനിങ് പഠിപ്പിക്കത്തില്ല, ഒന്നും പഠിപ്പിക്കത്തില്ല. നിങ്ങൾ സ്ട്രെയിറ്റ് അവേ നമ്മൾ ABCD പഠിപ്പിക്കുന്നതൊക്കെ ആലഫ് ബേത്ത് ഗിമൽ ദാലത് ഹേ വാവ് ഹെ തിറ്റത്ത് യോദ് എന്നും പറഞ്ഞ് ഫുള്ള് പഠിപ്പിച്ചിട്ട് നിക്കുത് പഠിപ്പിക്കും, ഗ്ലറ്റൂറൽ വോയിസ് പഠിപ്പിക്കും, എല്ലാം കഫത്ത് ബഗത്ത് എല്ലാം പഠിപ്പിച്ചിട്ട് തിരുവചനം ബൈബിള് നേരെ ഡയറക്റ്റ് എടുത്ത് തന്നെ വായിക്കാൻ പറയും. ഇതാണ് നമ്മൾ ഫസ്റ്റ് അടുത്ത ബാച്ച് മുതൽ ചെയ്യാൻ പോകുന്നത്. അത് വായിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ആലഫിനെ കുറിച്ച് 7 മണിക്കൂറാണ് ക്ലാസ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും എന്നെ ഇത് പറയരുത്. കാരണം നിങ്ങളെയൊക്കെ പഠിപ്പിച്ചപ്പോൾ വെറും 15-ഉം 20-ഉം 1 മണിക്കൂറും 2 ദിവസവും 2 ക്ലാസ് ഒക്കെ ആയിട്ട് എടുത്തത്. 7 മണിക്കൂറാണ് ആലഫ് ഉള്ളത്. ബെയ്ത്ത് 7 മണിക്കൂർ. അങ്ങനെ 7 മണിക്കൂറിന്റെ ഡീപ്പ് സ്റ്റഡിയാണ്. കാരണം ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കിട്ടേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച്, ദൈവം സഹായിച്ചാൽ ഞാനത് പഠിപ്പിക്കുന്നതായിരിക്കും. അതിന് റെക്കോർഡില്ല, സൂം റെക്കോർഡിംഗ് ഇല്ല. ക്ലാസ്സിൽ വന്ന് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പഠിത്തമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ഒഴിവാക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്ത് വേണോ അതെല്ലാം ഞാൻ തരും. കാരണം നിങ്ങൾ എൻ്റെ ആദ്യത്തെ ആൾക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് 7 മണിക്കൂർ കിട്ടിയില്ല. നിങ്ങൾക്കും ചില കാര്യത്തിൽ എനിക്കിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പറയാൻ പറ്റാത്ത റെക്കോർഡിന് ശേഷം ഞാൻ പറയാം. നിങ്ങൾക്കും അതുമായിട്ടൊക്കെ ബന്ധത്തിൽ കയറി വരാം. ഓക്കെ, ഞാൻ ഇത്ര മാത്രം അത് സൂചിപ്പിക്കുന്നു തൽക്കാലം. പക്ഷെ അടുത്ത വർഷം നമ്മൾ കുറച്ചും കൂടി ആഴത്തിലായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത സെഗ്മെന്റ്, വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് സെഗ്മെന്റ്, ദാറ്റ് ഈസ് ദ സർട്ടിഫിക്കേഷൻ distribution. So I'm just sharing a thing, so you can see in the monitor. I'm just presenting a thing. While I'm presenting this one, so you can see. Can you see a presentation? Okay. This is a Menorah certificate. So I'm giving to Elena Rao. So we can congratulate her. Elena Thank you, Rao. sir. Thank you. Thank you. Okay. Next, I am calling G. Spole.
Jees Paul. Next, I'm giving to Jiva John. Thank you, sir. Okay. Next. Sir, change the certificate. Okay. Kedila. Okay. Next, I'm giving to Liji K. Thank you, sir. At least നിങ്ങൾ കൈയടിക്കാപ്പാ. കൈയടിക്കുന്നുണ്ട്, വെർച്വൽ കൈയടിക്കുന്നുണ്ട്, എന്നാലും ഒരു കൈയടിക്കാം. Okay, thank you. അടുത്തത് സിജോ ടി എ. താങ്ക് യു സാർ. എഴുന്നേറ്റ് വാങ്ങിക്കണം. നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഐ എം പ്ലാനിങ് ഫോർ ആൻ അക്രഡിറ്റേഷൻ. ഇഫ് ഐ എം ഗെറ്റിംഗ്, ഡെഫിനറ്റ്ലി വി വിൽ ഡു ദ ഫിസിക്കൽ convocation. Next is Sini Sijo, first rank. Thanks. Okay. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ PDF ഫയലായിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാ ബിനി സിസ്റ്റർ ആണോ? ബിനി സിസ്റ്റർ, ഐ എം സോറി, ഞാൻ ബിനി സിസ്റ്ററിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ തരാം. ഓക്കെ, ഞാൻ എടുത്തോട്ടെ, കാരണം മാറിപ്പോയതായിരുന്നു. അയച്ചോ ബിനി സിസ്റ്റർ, അയച്ചോ? ഓക്കെ. ബിനി സിസ്റ്ററിൻ്റെ ഞാൻ ഷെയർ ചെയ്യാം ഒന്നും കൂടി. ബിനി സിസ്റ്ററിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും കാണിക്കും. തിരിഞ്ഞു പോയതേ ഉള്ളൂ. ബിനി സിസ്റ്ററിന്റെയും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? താങ്ക് യു സർ. ഓക്കെ, കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. നമ്മൾ അതിനകത്ത് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പേര് റെഡാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. റെഡിന്റെ മാർക്ക് ചെയ്തതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടത്, നിങ്ങൾ വിയർപ്പൊഴുക്കിയത്, നിങ്ങൾ അതില് ചെയ്തതിന്റെ ഒരു അടയാളമാണ് റെഡ് മാർക്ക്. എവ്രിതിങ് ഇൻ ഹിബ്രു കൾച്ചർ, ഇൻ ഹിബ്രു Hebraic belief, everything in the Bible has a meaning. So that's why I put red on, because you work hard and the certificate I given in the red, your name, and all other are in the gray format, and only the certification of completion, this is to certify, that is I made it into the black. That is also a very meaning thing. Everything is meaning. When you go in the higher level studies, then the certificate colors also will change. Okay, thank you everyone. Thank you. എനിക്ക് വേണ്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കുക. സാങ്കി പാസ്റ്റർ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, ഒരു മിനിറ്റ്. സാങ്കി പാസ്റ്റർ, നമ്മള് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങിയ, എല്ലാവരുടെ കൂടെ പറയുക, നമ്മളൊരു കുഞ്ഞ് നടക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബാലിശവും എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്നു. സമ്മതിക്കുന്നു, എൻ്റെ അധ്യാപകൻ എന്നുള്ള നിലയിൽ തുറന്ന് സമ്മതിക്കുന്നു. പക്ഷെ സെക്കൻഡ് ബാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് അതുമായിട്ട് വരാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പൂർണ്ണത നേടിയ ഒരാളെ പോലെ തന്നെ വരണം. അത് എനിക്ക് തോന്നുന്നു സാങ്കിയൊക്കെ ഇതാ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ പഠിപ്പിച്ചതിനേക്കാൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തേർഡ് ബാച്ച്, ഇനി അടുത്ത മൂന്നാമത്തെ ബാച്ച് അടുത്ത കൊല്ലം വരുന്ന പറയുന്നത് വെറും 30 സീറ്റേ ഉള്ളൂ. 100 സീറ്റ് അവിടെ ഇല്ല, 30 സീറ്റേ ഉള്ളൂ. ബിക്കോസ് ഐ വോണ്ട്, എനിക്ക് ഓരോ വിദ്യാർത്ഥി, ഞാൻ പറയാം, ഓരോ വിദ്യാർത്ഥിയുടെയും അറ്റൻഷൻ എനിക്ക് വേണം. നമ്മൾ 100-150 പേരെ പഠിപ്പിച്ചിട്ട് കാര്യം ഉണ്ട്, പക്ഷേ എനിക്ക് ഓരോ വിദ്യാർത്ഥിയുടെ മേലും കണ്ണ് വേണം. ഓരോ വിദ്യാർത്ഥിനെയും എനിക്ക് നേരിട്ട് അറിയണം. ഓരോ വിദ്യാർത്ഥിയുടെ സംശയങ്ങൾ എനിക്ക് അറിയണം. അവരുടെ സംശയങ്ങൾ ഞാനത് ദൂരീകരിക്കണം. അതുകൊണ്ട് 30 സീറ്റ് മാത്രമേ മലയാളത്തിലുള്ളൂ. ആൻഡ് ഇംഗ്ലീഷ് ഓൾസോ വി ഹാവ് 30 seats. And it is a deep
സ്റ്റഡി. ഓക്കെ, ഇനി സാങ്കിക്ക് പറഞ്ഞോ. സാങ്കിക്ക് അടുത്ത കൊല്ലം കൂടെ വേണോ? നോ 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 നോ, ഈ വരുന്ന കൊല്ലം ജയിച്ചു പോയിക്കോണം. ഓക്കെ. ഓക്കെ, സാങ്കി പാസ്റ്റർ രണ്ടു വാക്ക് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോൺ പാസ്റ്ററിനെ വിളിക്കണം ഫൈനൽ ബ്ലെസ്സിങ് ചെയ്ത് വിടാനായിട്ട്. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ എത്രയധികം ആശ്രയിക്കുന്ന സുഹൃത്ത് പിതാവേ, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ടൈം given to us. This is your blessing. This is a plan and purpose that you brought us together from the different parts of this world, and we giving ourselves to you. നിങ്ങൾ പഠിക്കുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഇത് പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ഇത്. ഞങ്ങൾ കർത്താവ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സമസ്ത മേഖലകളിലും കർത്താവ് ഇത് ആമേൻ ഹല്ലേലൂയ വ്യത്യാസങ്ങളെ അനുഗ്രഹങ്ങളെ കൊണ്ടുവന്ന് സ്തോത്രം ചെയ്ത് കർത്താവേ, താങ്ക് യു ഫോർ യു ഗിവൻ എ വണ്ടർഫുൾ ടീച്ചർ ടു ടീച്ച് us and have a big heart to teach us in a way that what we are expecting in your mind, in your plan and purpose. ഓരോരുത്തരെയും കർത്താവെ കരങ്ങളിൽ താഴ്ത്തുന്നു കർത്താവെ, ദൈവകൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, ഈ മഹത്തായ കർത്താവെ ഭാഷ പഠിക്കുവാൻ, അതിൻ്റെ കർത്താവെ മർമ്മങ്ങളെ പഠിക്കുവാൻ കർത്താവെ, അത് കേവലം ഒരു ഭാഷ മാത്രമായിരുന്നില്ല. അതിലെ കർത്താവ് ദൈവത്തിന്റെ പദ്ധതികൾ ആരംഭം മുതൽ കർത്താവ് കർത്താവെ ആരംഭം മുതൽ നല്ല കർത്താവ് അവസാന നാളുകൾ വരെ കർത്താവ് അതിലെ ആമേൻ കാര്യാദികളെ മനസ്സിലാക്കി തരുവാൻ കർത്താവ് ദാസനെ ഹല്ലേലൂയ ധൈര്യപ്പെടുത്തിയതിനായി, കർത്താവിനെ ശക്തിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. പഠിച്ച ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്തവരെ ഓരോരുത്തരെയും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അവരയക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ ഇതുമുണ്ട് അവർക്ക് കർത്താവെ ആമേൻ അവരുടെ ശുശ്രൂഷകളിൽ കർത്താവെ അവരുടെ സാമൂഹിക ജീവിതത്തിൽ കർത്താവെ എല്ലാത്തിലും മാറ്റങ്ങളെ കൊണ്ടുവന്നതിനാ സ്തോത്രം. ഒരു അനുഗ്രഹമായി ജ്യോതിഷുകളെ പോലെ കർത്താവെ അവർ ആയിരിക്കുന്നതിനാ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് വിവിധ ഭാഷ ബാച്ചുകൾ പഠിച്ചവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ സഹായിച്ചായിട്ട് അനുഗ്രഹിച്ചാണ് കർത്താവെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ സകല പുകഴ്ച അങ്ങേക്ക് നൽകുന്ന സകല മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കിടന്ന സ്തോത്രം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ അമേൻ. പപ്പായ്ക്ക് രണ്ടു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? അതൊന്ന് അൺമ്യൂട്ട് ചെയ്യണേ, മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അറിയാമോ? അവിടെ തൊട്ടിട്ട് ആ മൈക്ക് ഒന്ന് ഓണാക്കാൻ അറിയാമോ പപ്പായ്ക്ക്? ശരി, കേക്കാം കേക്കാം കേക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അലോഷ്യസിനെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കും. ഈ ഗ്രാജുവേഷൻ സമയത്ത് കർത്താവെ അങ്ങയുടെ വചനം പഠിപ്പിക്കുവാൻ, അങ്ങയുടെ ഭാഷ പഠിപ്പിക്കുവാൻ, സ്വർഗത്തിന്റെ ഭാഷ പഠിപ്പിക്കുവാൻ അവിടുന്ന് നിയോഗിച്ചതിനായി നന്ദി കർത്താവേ. എത്ര സ്തുതിച്ചാലും ആരാധിച്ചാലും മതിവരാത്ത രീതിയിൽ അങ്ങ് അലോഷ്യസിനെ കണ്ടതിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ കാര്യങ്ങളിൽ സ്റ്റുഡൻസിനെയും അലോഷ്യസിനെയും വീണ്ടും ഒന്നുകൂടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് വലുതായി കാണുവാനും കർത്താവെ അത് കണ്ട് സന്തോഷിക്കുവാനും, മറ്റുള്ള IAS അല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ പഠിത്തങ്ങളും ഒന്നും അല്ല. ഇത് ദൈവത്തിന്റെ ഭാഷയാണ്, സ്വർഗത്തിന്റെ ഭാഷയാണ്. ദൈവം നേരിട്ട് വന്ന് ഓരോരുത്തരെ പഠിപ്പിച്ചതാണ്. കർത്താവെ ഈ ഭാഷ പഠിക്കുവാനും പഠിപ്പിക്കുവാനും നിയോഗിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ജോൺ പാസ്റ്റർ ഒരു സെക്കൻഡ് കൂടി. അളിയ റോസമ്മ ഉണ്ടോ അവിടെ? അനൂപെ കേൾക്കുന്നുണ്ടോ? അനൂപെ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഒന്ന് തുറക്കാമോ? സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, പാസ്റ്റർ പ്രാർത്ഥിച്ചു. ജോൺ പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണോ? അതെ അതെ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കരുണാസമ്പന്നനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, കർത്താവേ മനോഹരമായ ഈ രാത്രിയാമത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളുടെ ദാസിന് കർത്താവേ മെനോറ മിനിസ്ട്രിയോടുള്ള ബന്ധത്തില് കർത്താവേ ഞങ്ങളുടെ ദാസൻ നടത്തുന്നതായ ഓൺലൈൻ ക്ലാസ്സില് കർത്താവെ അനേകം സഹോദരന്മാർക്ക് പഠിക്കുവാനും ഒരു വർഷക്കാലം ഞങ്ങളുടെ ദാസൻ പഠിപ്പിച്ചതൊക്കെയും പരീക്ഷയിൽ എഴുതി നന്നാകുവാനും അവർ കർത്താവെ അവരുടെ സർട്ടിഫിക്കേഷൻ ദിവസത്തില് കർത്താവെ അവരുടെ കോൺവൊക്കേഷൻ ദിനത്തില് സ്വർഗത്തിലെ ദൈവം അവിടെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാണപ്രദാനം കർത്താവെ ഞങ്ങളുടെ ദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ അനേകർക്ക് വളരെ പ്രയാസമേറിയ ഭാഷ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയോഗ പ്രകാരം കർത്താവെ ഞങ്ങളുടെ ദാസന് പഠിക്കുവാനും കർത്താവെ അത് സ്വായത്തമാക്കുവാനും അനേകർക്ക് കർത്താവെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷ പഠിപ്പിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. അങ്ങയുടെ ദാസന്റെ മനസ്സിൽ കൊടുത്ത ആ നല്ല മനസാക്ഷിക്കായി സ്തോത്രം ചെയ്യുന്നതാ. എല്ലാവർക്കും നിങ്ങൾക്ക് ദാനമായി ലഭിച്ചത് ദാനമായി കൊടുപ്പിനെന്ന കർത്താവിന്റെ തിരുവചന പ്രകാരം അങ്ങയുടെ ദാസൻ കർത്താവേ ഹല്ലേലൂയ വളരെ ഔദാര്യമായി വളരെ ചിലവിട്ടുകൊണ്ട് അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി ചെയ്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ശലോമോന് നൽകിയ ദൈവിക ജ്ഞാനം പോലെ പ്രിയ അലോഷ്യസ് സാറിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. തലമുറകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹാലലൂയ. മാതാപിതാക്കളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മകൻ ആ ദൈവകൃപ കണ്ട് സന്തോഷിപ്പാൻ പ്രിയ പിതാവിനെയും മാതാവിനെയും ഈ തരുണത്തിൽ കർത്താവ് സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കോൺവൊക്കേഷൻ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. യാതൊരു തടസ്സമില്ലാതെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കർത്താവെ ഭംഗിയായി പരിശുദ്ധാത്മ നിയോഗ പ്രകാരം ചെയ്തെടുക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദാസനെ അനുഗ്രഹിച്ചാട്ടെ. ഇനിയും അനേകർ കടന്നു വന്ന് പഠിപ്പാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ അവസാനിപ്പിക്കുന്നു. അപ്പന്റെ കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറച്ചാട്ടെ. വരവിൽ പ്രത്യാശയോടെ നിലനിർത്തണം. പ്രാർത്ഥന യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. Thank you so much, everyone. Praise the Lord. Hallelujah.